ഫീബ ഓൺലൈൻ മലയാളം ലൈവ് ശ്രദ്ധിക്കാൻ തയ്യാറായതിന് നന്ദി. ഇന്ന് ഫീബ ഓൺലൈൻ മലയാളം ലൈവിൽ ഞാൻ ജിബു. നമ്മോടൊപ്പം ഡോക്ടർ വിജയകുമാർ ജോയിൻ ചെയ്തിരിക്കുന്നു. കേരള യൂണിവേഴ്സിറ്റി ഡിപ്പാർട്ട്മെന്റ് ഓഫ് എൻവയോൺമെന്റൽ സയൻസിന്റെ അസിസ്റ്റന്റ് പ്രൊഫസർ ആയിരിക്കുന്ന കാലാവസ്ഥാ ശാസ്ത്രജ്ഞനായിരിക്കുന്ന ഡോക്ടർ വിജയകുമാർ പല പ്രോഗ്രാമിലും ഫീബയിൽ നമ്മളോടൊപ്പം ഉണ്ടായിരുന്നു. ഇന്നത്തെ ഈ പ്രത്യേക പരിപാടിയിലേക്ക് സാറിനെ സ്വാഗതം ചെയ്യുന്നു. ഞങ്ങളോടൊപ്പം ജോയിൻ ചെയ്തിരുന്നത്. താങ്ക് യു. കേരളത്തിൽ മാത്രമല്ല ഭാരതത്തിലെ ലോക്സഭാ ഇലക്ഷന്റെ വളരെ ചൂട് കൂടിയിരിക്കുന്ന ഒരു സമയമായിരുന്നു ഈ ദിവസങ്ങളിലൊക്കെ. അതോടൊപ്പം തന്നെ കാലാവസ്ഥ വളരെ ചൂടായിരിക്കും. നമുക്ക് സഹിക്കുവാൻ കഴിയുന്നതിലൊക്കെ അപ്പുറമായെന്നാണ് ആളുകൾ പറയുന്നത്. ചൂടും വെളിയിൽ ഫാൻ ഓഫ് ചെയ്താൽ പെട്ടെന്ന് വിയർക്കുക, വെളിയിലേക്ക് ഇറങ്ങാൻ പറ്റാത്ത ഹീറ്റ് വേവ്സ് ഒക്കെ ഒത്തിരി ഉണ്ട് എന്ന് നമ്മൾ പറയുന്നു. കാരണം ഈ വേനൽക്കാലത്ത് കൂടുതൽ ഉഷ്ണതരംഗങ്ങൾ ഉണ്ടാകുന്നു എന്നുള്ള ഇന്ത്യൻ കാലാവസ്ഥാ വകുപ്പിന്റെ പ്രവചനങ്ങളൊക്കെ ഇതിനോടകം അത് അന്വർത്ഥമായിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസത്തെ കണക്കനുസരിച്ച് 41ഉം 42ഉം ഒക്കെ അതിൽ കൂടുതൽ 40ൽ മുകളിൽ നമ്മുടെ അന്തരീക്ഷ താപനില മുൻപോട്ട് പോയിരിക്കുകയാണ്. അതുകൊണ്ട് വളരെ ബുദ്ധിമുട്ടോടുകൂടിയാണ് ആളുകൾ പല കാര്യങ്ങളും ചെയ്യുന്നത്. സർ, ചൂട് കൂടുന്നത് നമുക്ക് സാധാരണമാണ്. ഈ വേനൽക്കാലത്ത് ചൂടുണ്ടാകും. അത് സാധാരണമാണെങ്കിലും ഈ പ്രാവശ്യത്തെ ചൂട് നമുക്ക് അല്പം കഠിനമായി പോയി എന്നാണ് നമ്മുടെ അനുഭവം നമ്മളെ കാണിക്കുന്നത്. എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു 2024 ഇത്ര വലിയൊരു ചൂടുണ്ടാകുന്നത്? അതോ ഇതിനു മുമ്പ് അങ്ങനെ ഒരു ചൂടുണ്ടായിട്ടുണ്ടോ? എന്താണ് ഇതിനുള്ള കാരണങ്ങൾ ഒക്കെ ആണ് നമ്മുടെ പ്രേക്ഷകരുമായിട്ട് ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത്. അതെ, നമ്മള് ഈ ചൂടിന്റെ കാഠിന്യത്തിൽ ഇരുന്നിട്ടാണ് ഈ ചർച്ച. വളരെ പ്രയാസത്തോടു കൂടിയിട്ടാണ് നമ്മൾ കേരളം പ്രത്യേകിച്ച് ഇപ്പോ ഈ ചൂടിനെ അഭിമുഖീകരിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഇതിനു മുമ്പ് അത്ര പരിചിതമല്ലാത്ത വലിയ രീതിയിലുള്ള ചൂടാണ് ഈ വർഷവും സമീപ വർഷങ്ങളിലായിട്ട് നമ്മൾ കുറച്ച് കാലങ്ങളായിട്ട് അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. പ്രത്യേകിച്ച് ഈ വർഷം 1901 മുതൽ ഏകദേശം 124 വർഷത്തെ നമ്മളുടെ കാലാവസ്ഥ വകുപ്പ് ഇന്ത്യയിൽ പ്രവർത്തനം ആരംഭിച്ച ശേഷമുള്ള കണക്കെടുത്തു കഴിഞ്ഞാൽ ഇതിനു മുമ്പ് ഇത്രയും ചൂട് കേരളത്തിൽ ഏതെങ്കിലും ഒരു സ്റ്റേഷനിൽ, പ്രത്യേകിച്ച് പാലക്കാടാണ് രേഖപ്പെടുത്തുന്നത്, അങ്ങനെ രേഖപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ അത് 2016 അത് ഒരു 0.1 ഡിഗ്രി സെൽഷ്യസ്, ഇപ്പോൾ 41.8 ഡിഗ്രി സെൽഷ്യസ് ആണ് നമുക്ക് ഇന്നലെ രേഖപ്പെടുത്തിയ ചൂടെങ്കിൽ അതിനേക്കാൾ ഒരു 0.1 ഡിഗ്രി സെൽഷ്യസ് മാത്രമാണ് 2016 കുറച്ചുകൂടി കൂടുതൽ ചൂട് എന്ന് പറയുന്നത് രേഖപ്പെടുത്തപ്പെട്ടിട്ടുള്ളത്. ചുരുക്കി പറഞ്ഞിട്ടുണ്ടെങ്കിൽ സെക്കൻഡ് വാമസ്റ്റ് ഇയർ ഇൻ ലാസ്റ്റ് 100 ഇയേഴ്സ് ആണ് നമ്മളിപ്പോ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ചൂട്. മാത്രമല്ല അതിനെ അഗ്രിവേറ്റ് ചെയ്തുകൊണ്ട് നമുക്ക് സാധാരണ ലഭിക്കുന്ന വേനൽ മഴ വലിയ അളവിൽ ഇപ്രാവശ്യം കുറവ് വന്നിട്ടുണ്ട്. കഴിഞ്ഞ വർഷവും നമുക്ക് വേനൽ മഴ കുറവായിരുന്നു. പക്ഷെ ശരാശരി 30%, 40% ഒക്കെ ആയിരുന്നു കുറവെങ്കിൽ ഈ വർഷം മിക്കവാറും ജില്ലകളിൽ നമുക്ക് 90%, 95% ഒക്കെ വേനൽ മഴ കുറവാണ്. അതായത് കേരളത്തിൽ മുഴുവനായിട്ട് എടുക്കുകയാണെങ്കിൽ കൂടി കോട്ടയത്ത് മാത്രമാണ് കുറച്ചെങ്കിലും സമാധാനപരമായിട്ടുള്ള മഴ കിട്ടിയിട്ടുള്ളത്. കഴിഞ്ഞ ആഴ്ച വരെ തിരുവനന്തപുരം വരെയെങ്കിൽ കുറച്ച് മഴ കിട്ടിയിരുന്നു. പക്ഷെ ഇപ്പോഴത്തെ സ്റ്റാറ്റിസ്റ്റിക്സ് നോക്കുകയാണെങ്കിൽ നമുക്ക് മിക്കവാറും കേരളത്തിലെ എല്ലാ ജില്ലകളിലും മഴ കുറവാണ്, വേനൽ മഴ കുറവാണ്. 60% മൊത്തം കേരളത്തിൽ മഴ കുറഞ്ഞിരിക്കുന്നു. അത് ചൂടിനെ കൂട്ടും. സാധാരണഗതിയിൽ നമ്മുടെ ചൂട് കൂടുമ്പോൾ അത് മഴ പെയ്യിക്കാനുള്ള ഒരു പ്രേരണമാവും. അപ്പൊ അങ്ങനെ നമുക്ക് മഴ കിട്ടും. ആ മഴ കിട്ടുമ്പോൾ അതിന്റെ ഭാഗമായിട്ട് 2 ദിവസത്തേക്ക് ചൂട് കുറയും. പിന്നെയും 2-3 ദിവസം കഴിയുമ്പോൾ വാമായിട്ട് വരും. വീണ്ടും വേനൽ മഴ കിട്ടും. അങ്ങനെ പൊതുവെ എല്ലാ പ്രദേശത്തും ഒരുമിച്ചല്ല, ഒരു ദിവസമല്ല, എങ്കിലും ചൂട് കൂടുന്ന ദിവസങ്ങളിൽ ആ ദിവസം തന്നെ മഴ നമുക്ക് തന്നെ ഫീൽ ചെയ്യും. ഇന്ന് നല്ല ചൂടുണ്ടെന്ന്, മിക്കവാറും രാത്രി മഴ കിട്ടുമായിരിക്കും, വൈകിട്ട് മഴ കിട്ടുമായിരിക്കും എന്ന് പറയും. പക്ഷെ ഇപ്രാവശ്യം ആ തോന്നലുകളെ മാറ്റിമറിച്ചുകൊണ്ട് ചൂടുണ്ട്, പക്ഷെ വൈകിട്ട് മഴയില്ല. രാത്രിയിലേക്കും ആ ചൂട് തുടരുന്ന ഒരു സാഹചര്യമാണ് ഉള്ളത്. അത് ഗ്ലോബൽ വാർമിങ്ങിന്റെ ഭാഗമായിട്ട് തന്നെ നമുക്ക് നോക്കിക്കാണേണ്ടി വരും. കാരണം ഇനിയുള്ള വർഷങ്ങളിലും ഏകദേശം ഇതേ പാറ്റേൺ തുടരാനുള്ള സാധ്യതയാണ് കൂടുതൽ. അതുപോലെ നമ്മൾ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യുന്ന മറ്റൊരു കാര്യമാണ് ഉഷ്ണതരംഗം, ഹീറ്റ് വേവ്സിനെ പറ്റി. ഹീറ്റ് വേവ്സിനെ പറ്റി ആളുകൾ പലപ്പോഴും പല കാര്യങ്ങൾ പറയാറുണ്ട്. അത് എപ്പോഴാണ് ഡേഞ്ചർ ആകുന്നത്, എപ്പോഴാണ് അത് അപകടമാക്കുന്നത്? എനിക്ക് തോന്നുന്നു 20 വർഷത്തെ കണക്കനുസരിച്ച് നോക്കുമ്പോൾ ഏകദേശം 1,66,000 പേര് ലോകം മുഴുവൻ
ഹീറ്റ് വേവ്സ് അതിൽ വന്നിട്ട് മരണമടഞ്ഞിട്ടുണ്ട്. അങ്ങനെയെങ്കിൽ അതെ. എന്താണ് ഈ ഹീറ്റ് വേവ്സിന്റെ കാരണങ്ങൾ? എന്താണ് ഇത് കൂടി വരാനുള്ള സാഹചര്യങ്ങൾ? ആഹ് സാധാരണ നമുക്ക് ഈ ക്ലൈമറ്റിന് ഒരു റെഗുലേഷൻ മെക്കാനിസം ഉണ്ട്. ഇപ്പൊ നമ്മള് ചൂടുണ്ടാവുന്നത് ഉം. ചൂടിന്റെ സ്രോതസ്സ് സൂര്യനാണ്. സൂര്യപ്രകാശം കൊണ്ടാണ് നമുക്ക് ചൂടുണ്ടാവുന്നത്. പക്ഷെ ചൂട് കൂടുന്ന സമയത്ത് അതിനെ ശമിപ്പിക്കാൻ വേണ്ടിയിട്ട് പ്രകൃതിക്ക് പ്രകൃതിയുടേതായിട്ടുള്ള മാർഗങ്ങളുണ്ട്. അപ്പൊ സാധാരണഗതിയിൽ നമ്മളിപ്പോ ഈ കാർബൺ ഡൈ ഓക്സൈഡ് എമിഷൻ ഇത്രയൊന്നും ഇല്ലാത്ത ഒരു സാഹചര്യമായിരുന്നു ഒരു 10-200 വർഷങ്ങൾക്ക് മുമ്പൊക്കെ ആയിരുന്നുവെങ്കിൽ എക്സസ് ആയിട്ടുള്ള ഒരു ഈ സൂര്യപ്രകാശം ഭൂമിയിലേക്ക് വന്ന് ചൂട് കൂടുന്ന ഒരു സാഹചര്യം ഉണ്ടായ അപ്പൊ തന്നെ ക്ലൗഡ് ഫോം ചെയ്യുകയും ആ ക്ലൗഡ് ഫോം ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സൂര്യപ്രകാശം കട്ട് ഓഫ് ചെയ്തിട്ട് ഭൂമി തണുക്കാൻ തുടങ്ങുകയും ചെയ്യും. പകല് നമുക്ക് മേഘാവൃതമായിട്ടിരുന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ പിറ്റത്തെ ദിവസം നമ്മൾ ആ 2 ഡിഗ്രി 3 ഡിഗ്രി സെൽഷ്യസ് താഴും. ആ ഒരു ലെവലിലേക്ക് മാറുമായിരുന്നു. പക്ഷെ ഇപ്പൊ ഒരു 200 വർഷത്തിനകത്ത് നമ്മുടെ അന്തരീക്ഷത്തിലേക്ക് നമ്മൾ ഈ കാർബൺ ഡൈ ഓക്സൈഡ് ഇത്രയും ദീർഘവിപ്പിച്ചിട്ടുള്ളത് കൊണ്ട് അന്തരീക്ഷ താപനില ശരാശരിയിൽ നിന്ന് 1 ഡിഗ്രി സെൽഷ്യസിന് കൂടുതൽ ഉയർന്നിരിക്കും. അങ്ങനെ സംഭവിക്കുമ്പോൾ എന്തുണ്ടാവും വെച്ചാൽ അന്തരീക്ഷത്തില് ഉൾക്കൊള്ളാൻ പറ്റുന്ന ഈർപ്പത്തിന്റെ അളവ് മൊത്തം ഒരു ഉം. 200 വർഷങ്ങൾക്ക് മുമ്പുള്ളതിനേക്കാൾ ഇപ്പോ ഒരു 10% കൂടിയിട്ടുണ്ട്. അതായത് ഭൂമിയിൽ ഉം. സാധാരണഗതിയിൽ അന്തരീക്ഷത്തിൽ ഉൾക്കൊള്ളുന്ന ജലബാഷ്പത്തിന്റെ അല്ലെങ്കിൽ വാതക രൂപത്തിൽ ഉൾക്കൊള്ളാവുന്ന ജലബാഷ്പത്തിന്റെ അളവ് 10% കൂടി കൂടിയെന്ന് വെച്ച് കഴിഞ്ഞാൽ അത്രയും കൂടി വെള്ളം അന്തരീക്ഷത്തിൽ ഉൾക്കൊള്ളാൻ പറ്റും. അപ്പോൾ ക്ലൗഡ് ഫോർമേഷൻ അല്ലെങ്കിൽ മേഘം രൂപപ്പെടുന്ന പ്രക്രിയ വൈകും. താപനില അതിനേക്കാൾ കൂടിയാൽ മാത്രമേ മേഘം ഉണ്ടാവാൻ പറ്റുള്ളൂ. അതുകൊണ്ട് ക്ലൈമറ്റിന്റെ സ്വയം നിയന്ത്രിക്കാനുള്ള ഒരു ശേഷി നഷ്ടപ്പെട്ടു. അതായത് ചൂട് കൂടുമ്പോൾ തണുപ്പിക്കാൻ വേണ്ടി നമ്മുടെ ഭൂമിക്ക് പ്രകൃത്യാ ഉണ്ടായിരുന്ന ശേഷിയായിരുന്നു മേഘം ഒരു മേഘ രൂപീകരണത്തിലൂടെ ഇൻകമിങ് സോളാർ ഉം. റേഡിയേഷൻ ഭൂമിയിലേക്ക് എത്തുന്ന സൂര്യപ്രകാശത്തെ തടയുക. അതുവഴി ഭൂമി ഉം. അനിയന്ത്രിതമായി ചൂട് പിടിക്കുന്നത് കുറയ്ക്കുക ഉം. മുതലായിട്ടുള്ള നോർമൽ മെക്കാനിസം. ഇത് ഒരു നോൺ ലിവിങ് ബോഡിയാണ് ബോധപൂർവം ചെയ്യുന്നതല്ല. പക്ഷെ ഇറ്റ്സ് എ നാച്ചുറൽ പ്രോസസ്. പക്ഷെ ആ പ്രോസസ്സിന് ഭംഗം വരുന്ന രീതിയിൽ വാർമിംഗ് കാരണം ക്ലൗഡ് ഫോർമേഷൻ ഡിലേ ആവുന്നു. ഇനി ഡിലേ ഉം. ആയിട്ട് എങ്ങാനും ഫോം ചെയ്യാൻ തുടങ്ങിയാലോ അത് ഇന്റൻസ് ആയിട്ട് ഫോം ചെയ്യും. കാരണം ഇഷ്ടപ്രകാരം മറ്റേ ജലം സാന്നിധ്യം അന്തരീക്ഷത്തിലുണ്ട്. അതുകൊണ്ട് അത് മുഴുവൻ പേമാരിയായിട്ട് പെരുമഴയായിട്ട് പെയ്യുകയും ചെയ്യും. അപ്പൊ ഒന്നുകിൽ നമ്മൾ കഴിഞ്ഞ മേഘം പ്രാവശ്യം പറഞ്ഞ പോലെ മേഘ വിസ്ഫോടനത്തെ പറ്റിയൊക്കെ കഴിഞ്ഞ പ്രാവശ്യം അതെ, നമ്മൾ സംസാരിച്ചിരുന്നു. ഒന്നുകിൽ രൂപീകരണത്തിന് തടസ്സമായിട്ട് ഈ വാർമിംഗ് മാറുന്നതിന്റെ ഭാഗമായിട്ട് അനിയന്ത്രിതമായി ചൂട് പിടിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാവുക. അതല്ലെങ്കിൽ മഴ പെയ്യുമ്പോൾ അമിതമായ ഉയരത്തിലേക്ക് ക്ലൗഡ് അല്ലെങ്കിൽ മേഘങ്ങൾ രൂപീകരിക്കപ്പെടുകയും സമൃദ്ധമായ അല്ലെങ്കിൽ ഫ്ലഡിങ്ങിന് കാരണമാവുന്ന രീതിയിലുള്ള ശക്തമായ മഴ രൂപപ്പെടുകയും ചെയ്യുക. ഈ രണ്ട് സാഹചര്യം, രണ്ട് എക്സ്ട്രീം സാഹചര്യങ്ങൾക്കാണ് കാലാവസ്ഥ മാറ്റം എന്ന് പറയുന്ന ഒരു സാഹചര്യം ഇപ്പോ ഇട നൽകിയിരിക്കുന്നത്. അതായത് ഇതെല്ലാം ഉണ്ടാവുന്നത് ഗ്ലോബൽ വാർമിംഗിന്റെ ഭാഗമായിട്ട് തന്നെയാണ്. അതുകൊണ്ട് തന്നെ ഒരു തരത്തിൽ അത് ചൂട് അല്ലെങ്കിൽ ഭയങ്കരമായിട്ട് അനിയന്ത്രിതമായ ചൂട് പിടിപ്പിക്കുന്ന ഒരു സാഹചര്യത്തിലേക്കും വഴിതെളിക്കും. അതുപോലെ അനിയന്ത്രിതമായ ശക്തമായ മഴ വളരെ പെട്ടെന്ന് പെയ്ത് പേമാരി പോലത്തെ പെയ്ത് മഴ പെയ്ത്തും ഫ്ലാഷ് ഫ്ലഡ്സും ഒക്കെ ഉണ്ടാക്കാനും കാരണമാകും. ഇത് രണ്ടിന്റെയും ഒരു വില്ലനാണ്. രണ്ടും രണ്ട് ഉം. പ്രോസസ്സാണ്. രണ്ട് എക്സ്ട്രീം ആണെങ്കിലും രണ്ടിനും ഒരു വില്ലനാണ്. അത് ഈ നമ്മുടെ ആഗോളതാപനം എന്ന് പറയുന്ന സംഭവം. പിന്നെ ഉഷ്ണതരംഗത്തെ കുറിച്ച് സ്പെസിഫിക് ആയിട്ട് പറയുകയാണെങ്കിൽ നമ്മുടെ ഒരു വർഷത്തിൽ ഇപ്പൊ നമ്മളിപ്പോ 29-ാം തീയതി ഏപ്രിൽ 29-ാം തീയതി എന്ന് പറഞ്ഞാൽ 29-ാം തീയതി നമ്മൾ ഒരു പ്രദേശത്ത് ഒരു മെട്രോളജിക്കൽ സബ് ഡിവിഷനിലുള്ള കുറെ ഉം. റെപ്രസെന്റേറ്റീവ് സ്റ്റേഷൻസ് ഉണ്ടായിരിക്കും. ആ സ്റ്റേഷൻസിലെല്ലാം കഴിഞ്ഞ 30 വർഷത്തെ ശരാശരി താപനില എത്രയാണെന്ന് നോക്കും. ആ താപനിലയും ഉം. ഈ വർഷം ഇപ്പൊ ഇന്ന് രേഖപ്പെടുത്തിയ താപനിലയും കൂടിയിട്ട് 4.5 ഡിഗ്രി സെൽഷ്യസിനേക്കാൾ കൂടുതൽ വ്യത്യാസം ഉണ്ടെങ്കിൽ ഉം. അതായത് ശരാശരി 30 വർഷത്തെ ആ മെയ് 29-ാം തീയതി താപനിലയിൽ നിന്ന് 4.5 ഡിഗ്രിയോ അതിൽ കൂടുതലോ ആണ് താപനില എങ്കിൽ ഇന്നത്തെ താപനില എങ്കിൽ അത് തുടർച്ചയായി 2 ദിവസം അങ്ങനെ ഉം, ശരാശരിയേക്കാൾ 4.5 ഡിഗ്രി സെൽഷ്യസ് കൂടിയ താപനില കൂടുതൽ. രേഖപ്പെടുത്തി നമ്മൾ അതിനെ ഉഷ്ണതരംഗം എന്ന് വിളിക്കും. ഇപ്പൊ പാലക്കാട് ജില്ലയിൽ കഴിഞ്ഞ 2-3 ദിവസമായിട്ട് ശരാശരിയേക്കാൾ 5 ഡിഗ്രിയും 5.5 ഡിഗ്രിയും ഒക്കെയാണ് താപനില കൂടുതലായിരിക്കുന്നത്. അപ്പോൾ ഉഷ്ണതരംഗം ഉം. അവിടെ കൺഫേം ചെയ്തു. കൊല്ലം, തൃശ്ശൂർ മുതലായിട്ടുള്ള സ്ഥലങ്ങളിലും ഉഷ്ണതരംഗം ഇന്നും കൂടി താപനില നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഉഷ്ണതരംഗത്തിന്റെ സാഹചര്യമാണ്. അപ്പോൾ ഒരു മെറ്റ് ഡിവിഷനിൽ 2 സ്റ്റേഷനിൽ കൂടുതൽ സ്ഥലത്ത് ഉഷ്ണതരംഗത്തിന്റെ സാഹചര്യം ഉണ്ടെങ്കിൽ നമ്മൾ ഈ കേരളം എന്ന് പറയുന്നത് ഒരു മീറ്ററോളജിക്കൽ ഡിവിഷനാണ്. അപ്പൊ കേരളത്തിൽ ഉം. ഉഷ്ണതരംഗം എന്ന് പറയുന്നത് കൺഫേം ചെയ്തു. നമ്മൾ ഇപ്രാവശ്യം നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഉഷ്ണതരംഗത്തിന്റെ സമാനമായതൊന്നല്ല, കൃത്യമായ ഉഷ്ണതരംഗ ചൂടാണ്. അതായത്
അത് നമുക്ക് കോപ്പ് അപ്പ് ചെയ്യാൻ, പ്രത്യേകിച്ച് നമ്മുടെ കേരളം ഒരു കോസ്റ്റൽ സ്ഥലമായതുകൊണ്ട്, തീരപ്രദേശമായതുകൊണ്ട് അവിടെ ഓ, ധാരാളം ഈർപ്പമുണ്ട്. അപ്പൊ ആ ഹ്യൂമിഡിറ്റിയുടെ ഒരു ഭാഗം കൂടി ഉള്ളതുകൊണ്ട് ഹീറ്റ് ഇൻഡെക്സ് എന്ന് പറയുന്ന ഒരു സംഭവമുണ്ട്. നമ്മുടെ ചൂട് മാത്രമല്ല, ഹ്യൂമിഡിറ്റിയും കൂടി നമ്മുടെ കംഫർട്ട് ലെവൽ, നമുക്ക് എത്രമാത്രം ഇത് ചൂട് ഫീൽ ചെയ്യുന്നു എന്നതിനെ നിർണ്ണയിക്കുന്നതിൽ പ്രധാനമാണ്. അപ്പോൾ ഉയർന്ന താപനിലയോടൊപ്പം തന്നെ ഉയർന്ന ആർദ്രത, അന്തരീക്ഷ ആർദ്രത, റിലേറ്റീവ് ഹ്യൂമിഡിറ്റി എന്ന് പറയുന്ന ഒരു സംഭവം കൂടി വരുമ്പോൾ നമുക്ക് 37 ഡിഗ്രി സെൽഷ്യസ് ആണെങ്കിലും നമുക്ക് 45 ഡിഗ്രി സെൽഷ്യസിന്റെ താപനില ഫീൽ ചെയ്യും. അപ്പൊ അതാണ് ഓക്കെ. നമുക്ക് കേരളത്തിന്റെ പ്രത്യേകത. നമുക്ക് ഈ റെഗുലേഷൻ, ബോഡിയുടെ സ്വാഭാവികമായ റെഗുലേഷൻ, തണുപ്പിക്കാനുള്ള മെക്കാനിസംസ് ഒന്നും ഫങ്ഷൻ ചെയ്യാതെ വരികയും നമുക്ക് അസ്വസ്ഥതയും പുഴുക്കവും അനുഭവപ്പെടുകയും നമ്മൾ നെട്ടോട്ട് ഓടുകയും ചെയ്യുന്ന ഒരു സാഹചര്യത്തിലാണ് ഇപ്പോൾ ഉള്ളത്. മഴ പെയ്ത് ഉം. ശമിക്കുകയാണ് ഇപ്പൊ ഏക മാർഗം. മിക്കവാറും ഈ ആഴ്ചയോ അടുത്ത ആഴ്ചയോ ഒക്കെ ആയിട്ട് നമുക്ക് മിക്കവാറും പ്രദേശങ്ങളിലെല്ലാം വേനൽ മഴ ലഭിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഓക്കെ. അതാണ് എല്ലാവരും ആകാംക്ഷയോട് കാത്തിരിക്കുന്നത്. അതെ, തീർച്ചയായിട്ടും ഒരു മഴയ്ക്ക് വേണ്ടിയാണ് നമ്മൾ എല്ലാവരും കാത്തിരിക്കുന്നത്. അതിനുവേണ്ടിയാണ് നമ്മളും പ്രാർത്ഥിക്കുന്നത്. ഞാൻ 4 ദിവസം മുമ്പ് പാലക്കാട് ഉണ്ടായിരുന്നു. തീർച്ചയായും ഭയങ്കര ഈ ബാംഗ്ലൂരിൽ നിന്ന് അവിടെ പാലക്കാട് വന്നപ്പം നമുക്ക് ഇവിടെയും ചൂടുണ്ടെങ്കിലും അവിടെ വന്നപ്പോൾ വിയർക്കുകയും വളരെ അസ്വസ്ഥമായിട്ടുള്ള കാര്യം. ഇതിപ്പോ എനിക്ക് തോന്നുന്നു സാറ് പറഞ്ഞത് കേട്ടപ്പോൾ നമ്മുടെ ആ ഹ്യൂമിഡിറ്റിയും കൂടെ നമ്മുടെ ബോഡി ഓർഗാനിസത്തെ മെക്കാനിസത്തെ പോലും അത് അതെ. ബാധിച്ചു എന്നുള്ളതാണ്. മുമ്പേ പറഞ്ഞപ്പോൾ പറഞ്ഞു ഒന്നെങ്കിൽ മഴ അധികമായിട്ട് ലഭിക്കുക, അല്ലെങ്കിൽ ഭയങ്കര ചൂടുണ്ടാകുക. ഈ കഴിഞ്ഞ കുറച്ച് നാൾ മുമ്പ്, കുറച്ച് ആഴ്ചകൾക്ക് മുമ്പ് വളരെ ഉഷ്ണമുള്ള ഒരു മരുഭൂമിയാണല്ലോ നമ്മുടെ യുഎഇയിൽ ഒക്കെ മരുഭൂമി പ്രദേശമാണല്ലോ. അവിടെ മഴ ലഭിക്കാറില്ല. 55-ന് മുകളിലൊക്കെയാണ് ഈ സമയത്തെ കുവൈറ്റില് അങ്ങനെയുള്ള ഗൾഫ് മേഖലകളിലൊക്കെ ഉള്ള ഉഷ്ണം. അപ്പം അവിടെ അതിശക്തമായ മഴയും ഏകദേശം 10 കുറെ ആളുകൾക്ക് മരണം സംഭവിച്ചു. വളരെ കോടിക്കണക്കിന് രൂപയുടെ നാശനഷ്ടം ഉണ്ടായി. ഇത് എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു പ്രതിഭാസം അവിടെ ഉണ്ടാകാനുള്ള കാരണം? അവിടെ ഉഷ്ണം ഉള്ള സമയത്ത് പെട്ടെന്ന് മഴ ലഭിക്കുക, വെള്ളപ്പൊക്കം ഉണ്ടാകുക. അങ്ങനെ അതിനെന്തെങ്കിലും കാരണങ്ങളുണ്ടോ? അതാണ്. അതായത് നമ്മളിപ്പോ ഈ മൊത്തം കാലാവസ്ഥ മാറ്റത്തിന്റെ ഭാഗമായിട്ട് പല പ്രദേശങ്ങളിലും ഏഹ് പതിവില്ലാത്ത തരം വെതർ ഇവന്റ്സ്, അതായത് കാലാവസ്ഥ എന്ന് പറയുന്നത് ഒരു ലോങ് ടേം ഏവറേജ് ആണ്. അതിൽ നമ്മൾ പരിചയമില്ലാത്ത രീതിയിലുള്ള പെട്ടെന്നുള്ള കാല വെതറിനും നമ്മൾ ദിനാന്തരീക്ഷം അല്ലെങ്കിൽ കാലാവസ്ഥ എന്ന് തന്നെയാണ് പറയുന്നത്. അത്തരം സാഹചര്യം വെതർ ഇവന്റ്സ് വളരെ അൺപ്രഡിക്റ്റഡ് അല്ലെങ്കിൽ അൺപ്രസിഡന്റഡ്, നമ്മൾ പ്രതീക്ഷിക്കാത്തത്, മുൻപ് മുൻപ് കണ്ടിട്ടില്ലാത്തത്, അങ്ങനത്തെ രീതിയിലുള്ള പ്രതിഭാസങ്ങൾ കണ്ടുവരുന്നത് ലോകത്ത് ഒരു സ്ഥലത്തല്ല, എല്ലാ സ്ഥലത്തും ഉണ്ട്. അപ്പൊ നമ്മൾ ഉം. ഗൾഫ് മേഖല പ്രത്യേകിച്ച് നോക്കുകയാണെങ്കിൽ ആ പ്രദേശത്ത് ഇപ്പൊ അത് അവിടെ പെയ്ത മഴ ഒരു വർഷം പെയ്യുന്ന മഴയുടെ ഇരട്ടി മഴ 24 മണിക്കൂറിനുള്ളിലാണ്. അതായത് അവിടെ എക്സ്പെക്ട് ചെയ്യുന്ന ഒരു ആനുവൽ റെയിൻഫോൾ എന്ന് പറയുന്നത് 12 സെന്റിമീറ്റർ ടു 15 സെന്റിമീറ്റേഴ്സ് ആണ്. ഓൾമോസ്റ്റ് 25 സെന്റിമീറ്റർ റെയിൻ ഇൻ 24 അവേഴ്സ് ആണ് അവിടെ കിട്ടിയത്. ഒരു വർഷത്തിൽ പെയ്യേണ്ട മഴയുടെ ഇരട്ടി ഒരു ദിവസം പെയ്തു. അതാണ് അവിടുത്തെ പ്രശ്നം. അത് മാത്രമല്ല അവിടെ 254 എംഎൽ. അതെ, 254 മില്ലിമീറ്റർ റെയിൻ, 25 സെന്റിമീറ്റർ എന്നാണ് നമ്മൾ സെന്റിമീറ്ററിലേക്ക് കണക്കാക്കുക. അവിടെയൊക്കെ മില്ലിമീറ്ററിലാണ് പറയുള്ളൂ, കാരണം വെച്ചാൽ അവിടെ ആനുവൽ റെയിൻ വളരെ കുറവാണ്. പക്ഷെ കേരളത്തെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ആനുവൽ റെയിൻ 3000 മില്ലിമീറ്റർ ആയതുകൊണ്ട് നമ്മൾ സെന്റിമീറ്ററിലേക്ക് കൺവേർട്ട് ചെയ്ത് പറയും. അപ്പൊ ആ ഒരു ഇതിലാണ് ഞാൻ 25 സെന്റിമീറ്റർ വ്യത്യാസം. എന്ന് പറഞ്ഞത്. 254 മില്ലിമീറ്റർ, അതെ അതെ. അപ്പൊ ആ മഴ പെയ്യുക എന്ന് പറയുമ്പോൾ അത് അത്രയും മഴ പെയ്യും പ്രതീക്ഷിക്കാതെയാണ് അവിടുത്തെ റോഡുകളും കാനകളും അല്ലെങ്കിൽ അത് ഒഴുകി പോകാനുള്ള സംവിധാനങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ടുള്ളത്. അത് അതിന്റെ പ്രശ്നത്തിന്റെ ആക്കം കൂട്ടും. മാത്രമല്ല ഈ മഴ പെയ്യുന്നതിന് എൽനിനോ മുതല് ഗ്ലോബൽ വാർമിംഗ് വരെയുള്ള എല്ലാ കാരണങ്ങളും ഒരു ചെറുതല്ലാത്ത രീതിയിലുള്ള പങ്ക് വഹിക്കുന്നുണ്ട്. പക്ഷെ അത് കൃത്യമായിട്ട് അങ്ങനെ ഏകദേശം മഴ പ്രതീക്ഷിച്ചിരുന്ന ഒരു ദിവസമായിരുന്നു. പക്ഷെ ഇത്രയും ഇന്റൻസ് ആയിട്ടുള്ള റെയിൻ അവിടെ ലഭിക്കുമെന്ന് ആരും കണക്കുകൂട്ടിയിട്ടില്ല. എല്ലാ കണക്കുകൂട്ടലുകളും തെറ്റിച്ചുകൊണ്ട് ശക്തമായ മഴ തുടർച്ചയായി, അതായത് അവിടെ ഒരു അതെ. ന്യൂനമർദ്ദത്തിന്റെ നമ്മൾ കൃത്യമായിട്ട് പറയുന്ന ഒരു ന്യൂനമർദ്ദമല്ല, പക്ഷെ ഒരു റെയിൻ ഫോർമേഷന് വേണ്ടിയിട്ടുള്ള ഒരു സംവിധാനം അവിടെ ഉണ്ടായിരുന്നു. പക്ഷെ അതെന്താ വെച്ചാൽ അതിന്റെ തുടർച്ചയായിട്ട് വന്ന മറ്റ് ഇതേപോലത്തെ ഘടകങ്ങൾ ഈ ഡ്രൈ എയർ ഈ മോയ്സ്റ്റ് എയറുമായിട്ട് മിക്സ് ചെയ്യുന്നതിനെ തടഞ്ഞു. അതായത് ആ പ്രദേശത്തുള്ള ധാരാളം ഈർപ്പം അവിടെ പ്രദേശത്ത് ലഭ്യമായിരുന്നു. ആ ലഭ്യമായിരുന്ന ഈർപ്പം മുഴുവൻ പെയ്തു തീരുന്ന പോലെ ഒരു സാഹചര്യം ഉരുത്തിരിഞ്ഞപ്പെട്ടു. അങ്ങനെയൊക്കെ വന്നു ഉം. കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ചെറിയ പ്രദേശം കേന്ദ്രീകരിച്ച് 24 മണിക്കൂറിനകത്ത് ഇത്രയും ശക്തമായിട്ടുള്ള മഴയൊക്കെ പെയ്യാന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, പ്രത്യേകിച്ച് അതിന് എക്വിപ്പ് ചെയ്തിട്ടില്ലാത്ത, അത് പ്രതീക്ഷിക്കാത്ത പ്രദേശങ്ങൾ, ഇപ്പൊ മരുഭൂമി പ്രദേശമൊക്കെ ആണെങ്കിൽ ഫ്ലാറ്റ് ആയിട്ടുള്ള പ്രദേശമാണ്, പെട്ടെന്ന് വെള്ളം പൊങ്ങും.
ഇപ്പൊ കേരളത്തിലെ പോലെ നിൽക്കുകയാണെങ്കിൽ നമുക്ക് കേരളത്തിൽ ഇതുപോലെയൊക്കെ മഴ പെയ്യാറുണ്ട്. 30 സെന്റിമീറ്റർ മഴയൊക്കെ 2022 പല സ്ഥലത്തും കിട്ടിയിട്ടുണ്ട്. അപ്പൊ അങ്ങനെയൊക്കെ ചെയ്യുന്ന സ്ഥലത്ത് ഉം. മലമ്പ്രദേശത്തൊക്കെയാണ്, ഉയരം കൂടിയ പ്രദേശത്തൊക്കെയാണെങ്കിൽ നമുക്ക് ആ മഴ ഒഴുകി ഒഴുകി പോകാനുള്ള സമയം അതിന്റെ കൂടെ അങ്ങ് കുത്തിയൊലിച്ച് ഒരു ഉരുൾപൊട്ടൽ ഒക്കെ സംഭവിക്കും. ഇപ്പൊ മരുഭൂമി ആയതുകൊണ്ട് വെള്ളം പൊങ്ങുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നുള്ളൂ. ഇതേ മഴ കേരളത്തിലാണ് പെയ്തെങ്കിൽ ഇതിനേക്കാൾ എത്രയോ ഇരട്ടി ആളുകൾ മരിക്കുമായിരുന്നു. കാരണം അതും ഉം ഉം. പ്രത്യേകിച്ച് പ്രദേശങ്ങളിലാണ് പെയ്തിരുന്നത്. അപ്പൊ ഓരോ പ്രദേശത്തെ ഭൂപ്രകൃതിയും ഒക്കെ ഈ മഴയുടെ ഇന്റൻസിറ്റി എങ്ങനെ അത് മറ്റുള്ളവരെ ആളുകളെ എത്രമാത്രം ബാധിക്കുമെന്ന് അവിടുത്തെ ഭൂപ്രകൃതിയുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു. ഇതേപോലെ ഉള്ള പ്രദേശങ്ങളിൽ മരുഭൂമിയിൽ മഴ പെയ്യുക അല്ലെങ്കിൽ ധാരാളം മഴ ലഭിക്കുന്ന വെസ്റ്റ് കോസ്റ്റില് നമുക്കിപ്പോ പ്രീ മൺസൂൺ കഴിഞ്ഞ വർഷം പ്രീ മൺസൂൺ കുറവായിരുന്നു. ഈ മൺസൂൺ പ്രീ മൺസൂൺ കുറവാണ്. കഴിഞ്ഞ വർഷം മൺസൂണും വളരെയധികം കുറവായിരുന്നു. അപ്പൊ ഈ വർഷം നമുക്ക് വളരെയധികം മൺസൂൺ കിട്ടുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. കഴിഞ്ഞ വർഷം പ്രഡിക്ഷൻ പോസിറ്റീവ് എബോവ് നോർമൽ ആയിരുന്നു. പക്ഷെ വളരെ ബിലോ 36% മഴ കുറവായിരുന്നു കഴിഞ്ഞ വർഷം കേരളത്തിൽ. അപ്പൊ ഇപ്രാവശ്യം ഇനിയിപ്പോ നമുക്ക് നല്ല പോസിറ്റീവ് ആയിട്ടുള്ള സാഹചര്യത്തിലേക്കാണ് പോകുന്നത്. ഈ തരംഗത്തിന്റെ ഒരു പ്രശ്നം കൂടി കഴിഞ്ഞാൽ നമുക്ക് നല്ലോണം വേനൽമഴ കിട്ടി ഈ പ്രശ്നം പരിഹരിക്കപ്പെടും. പിന്നെ നമുക്ക് നല്ല സമൃദ്ധമായ മഴ കിട്ടുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. പക്ഷെ മഴ കിട്ടാൻ തുടങ്ങിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനൊരു നിയന്ത്രണമില്ലാതെ പെരുമഴ പെയ്ത്താണെങ്കിൽ അതും ബുദ്ധിമുട്ടാവും. അപ്പൊ നമ്മൾ 3 അതെ. മാസം കഴിയുമ്പോൾ ചിലപ്പോൾ ഇപ്പൊ ഞാൻ പറയുന്നത് നോക്കി വെച്ചോളൂ. ഇപ്പൊ നമ്മൾ ഈ ഉഷ്ണതരംഗത്തെ കുറിച്ചും മഴയില്ലായ്മയെ കുറിച്ചും ചർച്ച ചെയ്യുന്നു. 3 മാസം 4 മാസം കഴിയുമ്പോൾ ഒരുപക്ഷെ ഇതേ പ്ലാറ്റ്ഫോമിൽ നമ്മൾ ചർച്ച ചെയ്യുന്നത് പെരുമഴയെ കുറിച്ചും പ്രളയത്തെ കുറിച്ചും ഒക്കെ ആയിരിക്കാം ഒരുപക്ഷെ. അതാണ് അതിൽ അതെ. തമാശ. അത് നമുക്ക് നമ്മുടെ കഴിഞ്ഞ കാലം 2018 ഒക്കെ നമ്മളെ ഓർമ്മിപ്പിക്കുന്ന കാര്യങ്ങളാണ്. ഒരുപക്ഷെ അതാണ് അവിടുത്തെ അതാണ്. ഈ അങ്ങനെ ഒരു വലിയ മഴ പ്രതീക്ഷിക്കാതെ അങ്ങനെയുള്ള ഡ്രെയിനേജ് സിസ്റ്റം ഒന്നും ഇല്ലാത്തത് കൊണ്ടായിരിക്കാം അവിടെ അത്രയും ഒരു പെട്ടെന്ന് വെള്ളം ഒഴുകി താഴാനുള്ള സൗകര്യങ്ങളും അതാണ് ഇല്ലാത്തതുകൊണ്ടായിരിക്കാം ഗൾഫിൽ അന്ന് അത്രയും അത് ദോഷമായിട്ട് അത് ആളുകൾ. സാറ് പറഞ്ഞപ്പോ പറഞ്ഞു ഇപ്പം എൽ നിനോ എന്നൊരു വാക്ക് പറഞ്ഞു. അപ്പൊ ഇത് പൊതുവെ എല്ലാവരും സംസാരിക്കുന്ന ഒരു കാര്യമാണ്. അപ്പൊ അത് പലർക്കും അറിയാമെങ്കിലും നമ്മുടെ പ്രേക്ഷകരോട് അതിന്റെ ഉഷ്ണം കൂട്ടാൻ കഴിയുന്നു എൽനിനോയുടെ അതുകൊണ്ട് ഉണ്ടാകുന്നു എന്ന് അല്ലെങ്കിൽ മഴ ലഭിക്കാൻ ഇതിനൊക്കെ കാരണമാകുന്നു എന്ന് നമ്മുടെ ചർച്ചകൾ കേട്ടിട്ടുണ്ട്. അതിനെപ്പറ്റി ഒന്ന് പറയാം. അതായത് നമ്മളുടെ ശാന്തസമുദ്രത്തിലും മധ്യശാന്തസമുദ്രത്തിലും ഈസ്റ്റേൺ കിഴക്കൻ ശാന്തസമുദ്രത്തിലുമുള്ള ഉപരിതല താപനില, അതായത് പസഫിക് ഓഷനിലെ സർഫസ് ടെമ്പറേച്ചർ അത് സാധാരണത്തേക്കാൾ കൂടുന്ന അവസ്ഥയെ എൽനിനോ എന്നും സാധാരണത്തേക്കാൾ തണുത്തു പോകുന്ന അവസ്ഥയെ ലാനിന എന്നും വിളിക്കുകയാണ് ചെയ്യുന്നത്. എൽനിനോ എന്ന് പറയുന്ന ന്യൂട്രൽ എന്ന് പറഞ്ഞാൽ സാധാരണത്തെ താപനില കണ്ടീഷൻ. ഇപ്പൊ ന്യൂട്രൽ കണ്ടീഷനാണ്. ഇതുവരെ താപനില ഉയർന്നിരിക്കുകയായിരുന്നു. അങ്ങനെ ആ പ്രദേശത്ത് വലിയൊരു കടൽ പ്രദേശത്ത് താപനില ഉപരിതല താപനില വളരെയധികം വർദ്ധിച്ചിരിക്കുമ്പോൾ അത് ലോകത്തെ മറ്റ് പല പ്രദേശങ്ങളെ ആ പ്രദേശത്തെ മാത്രമല്ല ലോകത്ത് മൊത്തത്തിലുള്ള വെതർ പാറ്റേൺസിനെ സ്വാധീനിക്കാനുള്ള ശേഷിയുള്ള വലിയ പ്രതിഭാസം. 1-2 വർഷത്തോളം ഈ താപനില ഉയർന്നിരിക്കുന്നത് തുടരുകയും പിന്നെ അത് സാധാരണ കണ്ടീഷനിലേക്ക് വരികയും പിന്നെ അതിന്ന് പിന്നീട് തണുത്ത് പോയി 1-2 വർഷത്തോളം അങ്ങനെ നിൽക്കുക. അങ്ങനത്തെ ഒരു പാറ്റേൺ ആണ് എൽനിനോ ലാനിന പാറ്റേൺ ഉള്ളത്. അപ്പൊ ഉം. ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ആണെങ്കിൽ എൽനിനോ സമയം ഇന്ത്യയിൽ പൊതുവെ മഴ കുറയാനും ലാനിന സമയം ഇന്ത്യയിൽ പൊതുവെ മഴ കൂടാനും ഇടവരും. എൽനിനോ ലാനിന സംഭവിക്കുന്നത് പസഫിക് ഓഷ്യനിലാണ്, ഈസ്റ്റേൺ പസഫിക് ഓഷ്യനിൽ അല്ലെങ്കിൽ സെൻട്രൽ പസഫിക് ഓഷ്യനിലാണ്. പക്ഷെ അതിന്റെ ഇമ്പാക്ട് ഇന്ത്യയിലുണ്ട്, ആഫ്രിക്കയിലുണ്ട്, ഉം. അമേരിക്കയിലുണ്ട്, ഓസ്ട്രേലിയയിലുണ്ട്. ലോകത്ത് മിക്കവാറും എല്ലാ പ്രദേശത്തും ഇതിന്റെ ഇമ്പാക്ട് ഉണ്ട്. അപ്പൊ ഇന്ത്യയെ ഇത് ഉം. ഇമ്പാക്ട് ചെയ്യുന്നത് ഇങ്ങനെയാണ്. എൽനിനോ വരുന്ന സമയത്ത് ഇന്ത്യയിൽ പൊതുവെ മൺസൂൺ ദുർബലമാവും, മഴ കുറയും. സൗത്ത് വെസ്റ്റ് മൺസൂൺ പ്രത്യേകിച്ച്. അതേസമയം തന്നെ ഇപ്പൊ കേരളത്തെ സംബന്ധിച്ചിടത്തോളം പറയുകയാണെങ്കിൽ നമുക്ക് എൽനിനോ കണ്ടീഷൻ ഉണ്ടെങ്കിൽ പോസ്റ്റ് മൺസൂൺ ഫേവറബിൾ ആയിരിക്കും. ഇപ്പൊ കഴിഞ്ഞ വർഷം എൽനിനോ ആയിരുന്നു. നമുക്ക് പോസ്റ്റ് മൺസൂൺ അതായത് തുലാവർഷം നല്ല രീതിയിൽ ഉം. കിട്ടി. നമുക്ക് പോസിറ്റീവ് 10-30% പോസിറ്റീവ് ആയിട്ടുള്ള അല്ലെങ്കിൽ എക്സസ് ആയിട്ടുള്ള മഴ കിട്ടി. അതുകൊണ്ടാണ് നമ്മളിപ്പോ കേരളം പിടിച്ചു നിൽക്കുന്നത്. നമ്മൾ കേരളത്തിൽ ഉം. കഴിഞ്ഞ മൺസൂൺ സമയത്ത് വളരെയധികം മഴ കുറവായിരുന്നു. അതിനുശേഷം തുലാവർഷത്തിന്റെ സമയത്ത് പ്രത്യേകിച്ച് തെക്കൻ ജില്ലകളിൽ തിരുവനന്തപുരം ഒക്കെ നല്ല സമൃദ്ധമായിട്ട് തുലാവർഷം കിട്ടി. ചില സ്ഥലത്ത് വെള്ളപ്പൊക്കം പോലത്തെ സാഹചര്യം വരെ ഉണ്ടായി. അങ്ങനെയൊക്കെ മഴ ഉള്ളതുകൊണ്ടും വെള്ളം കിട്ടിയത് കൊണ്ടുമാണ് നമ്മൾ ഈ വേനലിനെ ഇപ്പൊ ഇങ്ങനെയെങ്കിലും അഭിമുഖീകരിക്കുന്നത്. അതല്ല ഈ ഉം. മറ്റേ ഇടവപ്പാതിയും ദുർബലമായി, ലാവർഷം കുറവായിരുന്നുവെങ്കിൽ കുറവായിരുന്നു. നമ്മൾ മാർച്ചിൽ തന്നെ വെള്ളത്തിന് വേണ്ടിയിട്ട് നെട്ടോട്ട് ഓടേണ്ട അവസ്ഥ വന്നേനെ. അപ്പൊ നമുക്ക് ചൂടുണ്ടെങ്കിലും ജലക്ഷാമം ഒരു പരിധി വരെ നമുക്ക് ഇത് ചെയ്യാൻ പറ്റുന്ന തുലാവർഷത്തിന്റെ അത് നമ്മളെപ്പോഴും കേരളം ഒരു രീതിയിൽ അല്ലെങ്കിൽ മറ്റു രീതിയിൽ നമുക്ക് എപ്പോഴും ഒരു ഹെൽപ്പ് ഉണ്ട്. മൺസൂണും പോസ്റ്റ് മൺസൂണും പ്രശ്നമായി. 2014, 15 മുതലായിട്ടുള്ള വർഷങ്ങളിലെല്ലാം മൺസൂൺ കുറവാണെങ്കിലും പോസ്റ്റ് മൺസൂൺ നമുക്ക് ഫേവറബിൾ ആയിരുന്നു. അപ്പൊ ഉം. 2016 ആയിരുന്നു ഇതിന് മുമ്പ് കണ്ട ഏറ്റവും വലിയ വരൾച്ചയുള്ള സമയം.
അപ്പൊ അങ്ങനത്തെ ഒരു സാഹചര്യം തീർച്ചയായും. വരും. അപ്പൊ മൺസൂണിന്റെ ഇപ്പൊ ഈ വരാൻ പോകുന്ന മൺസൂൺ, കഴിഞ്ഞ മൺസൂണിന്റെ സമയത്ത് ഇന്ത്യയിൽ മൊത്തത്തിൽ ഡെഫിഷ്യന്റ് ആയിരുന്നു. ചില സ്ഥലങ്ങളിൽ വളരെ ഡെഫിഷ്യന്റ് ആയിരുന്നു. പക്ഷെ ഓൾമോസ്റ്റ് നോർമൽ എന്ന് പറയാവുന്ന ഒരു സാഹചര്യത്തിലേക്ക് മഴ ഒരു 94% ഒക്കെ ആയിട്ട് അങ്ങ് നിന്നു. പക്ഷെ ഈ വർഷം നമുക്ക് എൽനിനോ കണ്ടീഷനിൽ നിന്ന് മാറി ലാനിന കണ്ടീഷനിലേക്ക് മാറുകയാണ്. ലാനിന കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ പൊതുവെ തെക്ക് പടിഞ്ഞാറൻ കാലവർഷം അല്ലെങ്കിൽ ഇന്ത്യൻ മൺസൂൺ ശക്തമാവാൻ ഉള്ള ഒരു സാഹചര്യമാണ് നമുക്ക് പ്രതീക്ഷിക്കുന്നത്. അതോടൊപ്പം ഉം. തന്നെ ഇന്ത്യൻ ഓഷൻ ഡൈപോൾ എന്ന് പറയുന്ന ഒരു സംഭവമുണ്ട്. ഇത് പാസിഫിക് ഓഷ്യനിൽ നടക്കുന്ന എൽനിനോ, ലാനിന പോലെ തന്നെ ഇന്ത്യൻ ഓഷ്യനിൽ നടക്കുന്ന ഒരു സമുദ്ര ഉപരിതല താപനിലയിലുള്ള വ്യത്യാസം കൊണ്ടുണ്ടാകുന്ന പ്രതിഭാസമാണ് ഇന്ത്യൻ ഓഷൻ ഡൈപോൾ. അങ്ങനെ ഒരു പോസിറ്റീവ് ഇന്ത്യൻ ഓഷൻ ഡൈപോൾ എന്ന് പറയുന്ന ഒരു സാഹചര്യത്തിലേക്കാണ് മാറുന്നത്. അങ്ങനെ അതായത് ഇന്ത്യയുടെ വെസ്റ്റേൺ പടിഞ്ഞാറൻ ഇന്ത്യൻ മഹാസമുദ്രം ചൂടുപിടിക്കുകയും കിഴക്കൻ സമുദ്രം ഇന്ത്യൻ മഹാസമുദ്രത്തിന്റെ കിഴക്ക് ഭാഗത്ത് തണുപ്പ് വരികയും ചെയ്യും. അപ്പൊ അങ്ങനെ വന്നു കഴിഞ്ഞെങ്കിൽ മൺസൂൺ കറന്റിനെ അത് ശക്തിയാക്കുകയും മൺസൂൺ പ്രവാഹത്തിൽ ധാരാളം ഈർപ്പം ഉണ്ടാക്കുകയും ചെയ്യും. അങ്ങനെ പൊതുവെ ശക്തമായ ഒരു മൺസൂണിന് കാരണമാവും. അപ്പൊ എൽനിനോയുടെ ഒരു വലിയും ഈ ഉം. ഇന്ത്യൻ ഓഷൻ ഡൈപോളിന്റെ ഒരു തള്ളും ഒരുമിച്ച് വരുന്ന ഒരു സാഹചര്യമാണ് ഓഗസ്റ്റ്, സെപ്റ്റംബർ മാസങ്ങളിലൊക്കെ ഇന്ത്യ കാണാൻ പോകുന്നതെങ്കിൽ ചില പ്രദേശങ്ങളിലെങ്കിലും നമുക്ക് വലിയ രീതിയിലുള്ള സമൃദ്ധമായിട്ടുള്ള മഴ കിട്ടുകയോ ചില സ്ഥലങ്ങളിലെങ്കിലും ഒരു വെള്ളപ്പൊക്കത്തിന്റെ പ്രതീതിയൊക്കെ ഉണ്ടാവാനുള്ള സാധ്യത ഇപ്പൊ മുൻകൂട്ടി കാണാവുന്നതാണ്. ഇപ്പൊ 4 മാസം മുമ്പ് നമുക്കുള്ള പ്രഡിക്ഷനിൽ ഇതെല്ലാം ഏകദേശം വിസിബിൾ ആണ്. എവിടെ ഏത് പോക്കറ്റിൽ എവിടെ എങ്ങനെ കൃത്യമായിട്ട് മഴ കിട്ടുന്നുള്ളത് വന്നാലേ അറിയാൻ പറ്റുള്ളൂ. പക്ഷെ എന്നാലും പൊതുവെ ഓക്കെ. സമൃദ്ധമായിട്ടുള്ള ഒരു മഴക്കാലം. ഓക്കെ. തീർച്ചയായിട്ടും അത് നമുക്ക് ആശ്വാസം തരുന്നൊരു കാര്യമാണ്. നമുക്ക് വെള്ളം ലഭിക്കേണ്ടതാണ്. അപ്പോ അതിന്റെ അളവും ആഹ്, ചില സ്ഥലങ്ങളിലൊക്കെ കൂടുവാനും കുറയാനും ഒക്കെ സാധ്യതയാണ്. എന്നാൽ അതിനെ നേരത്തെ അറിയുന്നത് കൊണ്ടും ഇങ്ങനെയുള്ള കാര്യങ്ങൾ മനസ്സിലാക്കാൻ കഴിയുന്നതുകൊണ്ട് നമുക്കതിനെ നേരിടാനായിട്ട് അല്ലേ കഴിയുന്നു എന്നുള്ളതാണ് ഒരു പോസിറ്റീവ് ആയിട്ടുള്ള ഒരു കാര്യം. അതുപോലെ തന്നെ ഈ നമ്മുടെ മൺസൂൺ ആരംഭിക്കുന്നതിനെ പറ്റി പല ചർച്ചകളും കേൾക്കുകയുണ്ടായി. ഇന്ത്യൻ കാലാവസ്ഥാ വകുപ്പിനനുസരിച്ച് നേരത്തെ മൺസൂൺ, ഏർലി മൺസൂൺ വരുന്നു എന്നൊരു പ്രഡിക്ഷൻ പറയുന്നു. അതിന് എത്രത്തോളം അത് ശരിയാണ്? അതിനെപ്പറ്റി എന്തെങ്കിലും പറയാം? നമുക്കിപ്പോ ഇന്ത്യൻ കാലാവസ്ഥാ വകുപ്പ് മൺസൂണിന് 2 പ്രഡിക്ഷനാണ് ചെയ്യുന്നത്. ഒന്നെന്ന് വെച്ചാൽ ലോങ് ടേം സീസണൽ ആവറേജ് പ്രഡിക്ഷൻ. അതിപ്പോ ഓൾറെഡി വന്നു കഴിഞ്ഞു. നമുക്ക് എക്സസ് എബോവ് നോർമൽ മൺസൂൺ കിട്ടുമെന്നാണ് ഇപ്രാവശ്യത്തെ നമ്മുടെ പ്രഡിക്ഷൻ ഉള്ളത്. പക്ഷേ ഈ ഏഹ്, ചില സ്ഥലങ്ങളിലെങ്കിലും വളരെയധികം മഴ കിട്ടുമെന്നും പ്രഡിക്ഷൻ ഉണ്ട്. പക്ഷെ എപ്പോഴാണ് മഴ തുടങ്ങുക, ഓൺസെറ്റ് എന്ന് പറയുന്നത് മഴ ആരംഭിക്കുന്നത്, കാലവർഷം അല്ലെങ്കിൽ ഈ പറയുന്ന ഇടവപ്പാതി ആരംഭിക്കുന്നത് എന്നുള്ളത് ഏഹ്, മെയ് 15 കൂടിയിട്ടാണ് ഇന്ത്യൻ കാലാവസ്ഥാ വകുപ്പ് അറിയിക്കുകയുള്ളൂ. അവരുടെ പ്രഡിക്ഷൻ അപ്പോഴാണ് വരത്തുള്ളൂ. ആ പ്രഡിക്ഷൻ ഓക്കെ. വി വിൽ ഇഷ്യൂ പ്രഡിക്ഷൻ ഓൺ ഓൺസെറ്റ് ബൈ മിഡ് മെയ് എന്ന് പറയുന്നത് പലരും തെറ്റായി വ്യാഖ്യാനിച്ചുകൊണ്ട് മൺസൂൺ മിഡ് മെയ്യിൽ ആരംഭിക്കുമെന്ന് റിപ്പോർട്ട് ചെയ്തതാണ്. അതിനകത്ത് മൺസൂൺ എപ്പോഴാണ് വരിക എന്നുള്ളത് ഇപ്പോഴും അറിയില്ല. നമ്മൾ സാധാരണഗതിയിൽ മൺസൂൺ വരുന്നത് ജൂൺ 1-ാം തീയതിയാണ്. അതിനോട് പ്ലസ് ഓർ മൈനസ് വല്ലാണ്ട് വ്യത്യാസമില്ലാതെ തന്നെ മഴ വരാനാണ് സാധ്യത. പക്ഷെ എങ്ങനെയാണ് എപ്പോ വരുമെന്ന് കൃത്യമായിട്ടുള്ള മൺസൂൺ പ്രഡിക്ഷൻ ഇന്ത്യൻ മീറ്ററോളജിക്കൽ വകുപ്പിൽ നിന്ന് IMD യിൽ നിന്ന് വരാനിരിക്കുന്നതേ ഉള്ളൂ. ഓക്കെ. അത് 15-ാം തീയതി അവര് അത് പ്രഖ്യാപിക്കും പറയും. എന്നാണ് പറഞ്ഞത്. അല്ലാതെ 15-ാം തീയതി മഴ വരുന്നു അല്ലെങ്കിൽ പെയ്യും ഇല്ല. എന്നുള്ള അർത്ഥത്തിലല്ല പറഞ്ഞത്. തീർച്ചയായിട്ടും അത് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. പലപ്പോഴും ഈ ചൂട് കൂടുകയും അല്ലെ ഇങ്ങനെ കാലാവസ്ഥയിലുള്ള വ്യതിയാനങ്ങളൊക്കെ വരികയും ക്ലൈമറ്റ് ക്രൈസിസ് ഒക്കെ ഉണ്ടാകുകയും ചെയ്യുമ്പോഴ് നമ്മൾ കേൾക്കുന്ന വാർത്തകൾ, മാധ്യമങ്ങളിൽ വരുന്ന പല വാർത്തകളും ഒക്കെ ആളുകളെ തെറ്റിദ്ധരിപ്പിക്കുകയൊക്കെ ചെയ്യാൻ സാധ്യതയുണ്ടല്ലോ. അപ്പം എന്താണ് ജനങ്ങളോട് ഈ സമയത്ത് പറയാനുള്ളത് ഞങ്ങളുടെ പ്രേക്ഷകരോട്? അതാണ്. അതായത് നമുക്ക് എപ്പോഴും ഇപ്പൊ ഈ ഗൾഫിൽ തന്നെ നമുക്ക് മഴ പെയ്ത് ഫ്ലഡ് ഒക്കെ ഉണ്ടായ ശേഷം പ്രത്യേകിച്ച് ഗൾഫിൽ കൂടുതൽ മലയാളികളാണല്ലോ. അവരുടെ കുറെ വാട്സപ്പ് ഉം. ഗ്രൂപ്പുകൾ ഉണ്ടായിരിക്കും. ചില ഗ്രൂപ്പുകളിലൊക്കെ വ്യാപകം പ്രചരിക്കപ്പെട്ടത് അടുത്ത ആഴ്ച വീണ്ടും മഴ വരുന്നു, വീണ്ടും പ്രളയം വരും. നിങ്ങള് താഴെ ഗ്രൗണ്ട് ഫ്ലോറിലുള്ളവർ എല്ലാവരും 3-ാം നില ബുക്ക് ചെയ്ത് മുകളിലേക്ക് പൊക്കോളൂ എന്നുള്ള പോലെയാണ്. അപ്പൊ അതുപോലെ കുറെ ഉം. കേരളത്തിൽ ഫ്ലഡ് ഉണ്ടായപ്പോഴും അതുപോലെ ഉണ്ടാവും. അല്ലെങ്കിൽ ഒരു സൈക്ലോൺ വരുന്നു, അങ്ങ് പസഫിക് ഓഷനിൽ സൈക്ലോൺ വരുമ്പോഴും ഈ കേരളത്തിൽ ഇരുന്ന് കുറെ വിദഗ്ധരെന്ന് പറയുന്ന ആൾക്കാർ വരെ പറയും ഒരുപക്ഷെ അതിന്റെ ഇമ്പാക്ട് കാരണം ഇവിടെ കേരളത്തിൽ പ്രളയം ഉണ്ടാവും. അപ്പൊ അങ്ങനെ ചില പ്രശ്നങ്ങളുണ്ട്. അപ്പൊ എപ്പോഴും നമ്മൾ ഔദ്യോഗിക ഏജൻസികൾ പറയുന്ന അറിവുകൾ തന്നെ വേണം ശ്രദ്ധിക്കാൻ. അതായത് ഇന്ത്യയിലാണെങ്കിൽ ഇന്ത്യൻ മീറ്ററോളജിക്കൽ ഡിപ്പാർട്ട്മെന്റ്, അബുദാബിയിലാണെങ്കിൽ അവിടുത്തെ മെറ്റ് ഡിപ്പാർട്ട്മെന്റ്, അല്ലെങ്കിൽ നമ്മൾ ഇന്റർനാഷണൽ മീഡിയയിൽ റെസ്പോൺസിബിൾ ആയിട്ടുള്ള മീഡിയ കൊടുക്കുന്ന ന്യൂസുകൾ, കൺസേൺഡ് ഏജൻസീസ് കൊടുക്കുന്ന വാർത്തകൾ, ഇത് മാത്രം ഡിപ്പെൻഡ് ചെയ്യുക. അതുപോലെ ഭീതി പരത്തുന്ന വാർത്തകൾ നമുക്കത് കേൾക്കാൻ രസമുണ്ടായിരിക്കും. മിക്കവാറും എനിക്ക് തോന്നുന്നു അത് ചില മാധ്യമങ്ങൾക്ക് പോലും അത് ഇഷ്ടമാണ്. അതായത് ഒന്നും സംഭവിക്കില്ല, നിങ്ങളൊന്നും പേടിക്കണ്ട എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ വാർത്തയ്ക്ക് ഒരു വാല്യൂ ഇല്ല.
അതേസമയം ഭയങ്കര ഉം. നമ്മൾ കരുതി ഭയങ്കര പ്രശ്നം വരാൻ പോകുന്നു എന്ന് പറഞ്ഞാൽ അതിനൊരു വാല്യൂ വരും. അപ്പൊ അങ്ങനെ ഒരു സംഭവം അത് മനുഷ്യ സഹജമാണ്. അപ്പൊ പക്ഷെ നമ്മൾ കൃത്യമായിട്ടുള്ള വിവരങ്ങൾ അതിന്റെ റെസ്പോൺസിബിൾ ആയിട്ടുള്ള ഉത്തരവാദിത്തപ്പെട്ട ഏജൻസിയിൽ നിന്ന് തന്നെ നേരിട്ട് കേൾക്കുകയും മനസ്സിലാക്കുകയും ചെയ്യുന്നതാണ് ശരി. അതല്ലെങ്കിൽ നമ്മൾ വെറുതെ ആവശ്യമില്ലാതെ ആശങ്കയ്ക്ക് ഇടപെടും. ആശങ്കയിൽപ്പെടും. പക്ഷെ ശരിയായ കാര്യം വരുന്ന സമയത്ത് പുലി വരുന്നേ പുലി എന്ന് പറഞ്ഞ പോലെ നമ്മളത് അറിയാതെ പോവുകയും ചെയ്യും. ഓക്കെ. തീർച്ചയായിട്ടും അത് വളരെ വാലിഡ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. നാം എല്ലാവരും ശ്രദ്ധിക്കേണ്ടത്. നമ്മുടെ പ്രേക്ഷകരോട് നമുക്ക് പറയാനുള്ള ഒരു അഭ്യർത്ഥന. വളരെ ആധികാരികമായിട്ടുള്ള വാർത്തകൾ ശ്രദ്ധിക്കുകയും, അതിന് നിങ്ങൾ അതനുസരിച്ച് കാര്യങ്ങൾ പ്രതികരിക്കുകയും ചെയ്യുക എന്നുള്ളതാണ്. അതോടൊപ്പം ഈ കാലാവസ്ഥ വ്യതിയാനങ്ങളൊക്കെ സംഭവിക്കുമ്പോഴും, ഹീറ്റ് വേവ്സ് ഒക്കെ ഉണ്ടാകുമ്പോഴും, ഹീറ്റ് സ്ട്രോക്ക് പോലും അങ്ങനെയൊക്കെയുള്ള ശാരീരിക ബുദ്ധിമുട്ടുകളും ഒക്കെ ഉണ്ടാകുന്നു. അത് അതിനെ അതിജീവിക്കാനും ഗവൺമെന്റ് ഏജൻസികളും പറയുന്ന പ്രിക്കോഷൻസ് എടുക്കുവാനും, അതനുസരിച്ച് അതിന് മുൻകരുതൽ എടുക്കാനും, ചൂടുള്ള സമയത്ത് വെളിയിൽ പോകാതെ ഇരിക്കാനോ, ധാരാളം വെള്ളം കുടിക്കാനോ, അതിന്റെ എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ടുണ്ടായാൽ ഡോക്ടറെ കാണുക, മെഡിക്കൽ ഹെൽപ്പ് നേടുക എന്നൊക്കെ ഉള്ളത് നിങ്ങൾ ചെയ്യേണ്ടതാണ്. ചൂട് കൂടി വരികയാണ്. നമ്മൾ കേട്ടതുപോലെ ഡോക്ടർ വിജയകുമാർ പറഞ്ഞത് നമുക്ക് പ്രതീക്ഷയ്ക്ക് വകയുണ്ട്. ഏതാനും ദിവസങ്ങൾ കഴിയുമ്പോൾ ഒരുപക്ഷെ നമുക്ക് അല്പമായൊരു ആശ്വാസം, മഴ ലഭിക്കും എന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. അവസാനമായിട്ട് എന്തെങ്കിലും ഞങ്ങളുടെ പ്രേക്ഷകരോട് ആഹ് ഡോക്ടർ വിജയകുമാർ പറയാനുണ്ടോ? അതെ. അതായത് നമ്മളുടെ നാഷണൽ ഡിസാസ്റ്റർ മാനേജ്മെന്റ് അതോറിറ്റി അല്ലെങ്കിൽ കേരള ഡിസാസ്റ്റർ മാനേജ്മെന്റ് അതോറിറ്റി ഒക്കെ വിശദമായി ഓരോ ഡിസാസ്റ്റേഴ്സിനെ സംബന്ധിച്ചും കൃത്യമായിട്ടുള്ള മാർഗ്ഗനിർദ്ദേശങ്ങൾ പുറപ്പെടുവിച്ചിട്ടുണ്ട്. അവരതിനകത്ത് എഫക്റ്റീവായിട്ട് ഇടപെടുകയും കേരളത്തില് പാലക്കാടൊക്കെ നമ്മള് മെയ് 2-ാം തീയതി വരെ വിദ്യാഭ്യാസ സ്ഥാപനം മെഡിക്കൽ കോളേജുകൾ ഒഴികെയുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധി കൊടുത്തിട്ടുണ്ട്. എന്തെല്ലാം കാര്യങ്ങളാണ് നിങ്ങൾ ചെയ്യേണ്ടത്, എന്തെല്ലാമാണ് ചെയ്യരുതാത്തത് എന്നതിനെ കുറിച്ചൊരു ഗൈഡ് ലൈൻ വിശദമായ മാർഗരേഖ അവർ പുറത്തിറക്കിയിട്ടുണ്ട്. അത്തരം കാര്യങ്ങളെല്ലാം ശ്രദ്ധിക്കുക. അത്തരം ഏജൻസികളുടെ ഉപദേശങ്ങളും നിർദ്ദേശങ്ങളും പാലിക്കുക മുതലായിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. എന്തായാലും നമുക്ക് ഈ ഹീറ്റ് ഒരുപാട് കേരളത്തെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ സഹിക്കാൻ പറ്റില്ല. അപ്പൊ 2, 3 ദിവസം കഴിഞ്ഞാ ഈ മഴ ഇതൊക്കെ മഴ പെയ്ത് ശമിക്കുമെന്ന് തന്നെ ശുഭാപ്തി വിശ്വാസത്തോടുകൂടി നമുക്ക് വെയിറ്റ് ചെയ്യാം മഴയ്ക്കായി. തീർച്ചയായിട്ടും മഴ ലഭിക്കട്ടെ. കേരളം തണുക്കട്ടെ. നമ്മളുടെ ഏഹ് ആശങ്കകൾ ഒന്നും ഉണ്ടാകാതെ എല്ലാവരും സുരക്ഷിതരായിരിക്കട്ടെ എന്നാണ് നമ്മുടെയും ആഗ്രഹം. ഫിബ ഓൺലൈൻ ലൈവിൽ ഇന്ന് ഞങ്ങളോടൊപ്പം സംസാരിച്ച ഡോക്ടർ വിജയകുമാറിനോടുള്ള പ്രത്യേക നന്ദി അറിയിക്കുന്നു. ആഹ് ഡിപ്പാർട്ട്മെന്റ് ഓഫ് എൻവയോൺമെന്റൽ സയൻസിന്റെ അസിസ്റ്റന്റ് പ്രൊഫസറാണ് കേരള യൂണിവേഴ്സിറ്റിയിലെ സാർ. പലപ്പോഴും നമ്മളോടൊപ്പം ജോയിൻ ചെയ്തിട്ടുണ്ട്. ഞങ്ങൾക്ക് ഇന്ന് ഞങ്ങളുടെ പ്രേക്ഷകർക്ക് ഇന്നത്തെ ചർച്ച അവരുടെ പലർക്കും അത് പുതിയ അറിവുകളും ഈ ആഹ് നമ്മുടെ കാലാവസ്ഥയെ അതിജീവിക്കുവാനും എങ്ങനെ ഒരുങ്ങണം എന്നൊക്കെ നമുക്കും പറഞ്ഞു തന്നതിന് പ്രത്യേകം നന്ദി. താങ്ക് യു സോ മച്ച് ഫോർ ജോയിനിങ്. വളരെ ഞങ്ങളുടെ ആഹ് ഞങ്ങളെ വിളിക്കാൻ ആഗ്രഹിക്കുന്നവർ 9880221957 എന്ന നമ്പറിൽ വിളിക്കുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങളെ എഴുതി അറിയിക്കുവാൻ info@fibaonline.org എന്ന ഇമെയിൽ ഐഡിയും ഉപയോഗിക്കുക. ഫിബ ഓൺലൈൻ ശ്രദ്ധിച്ചതിന് നന്ദി. നല്ലൊരു മഴയ്ക്ക് വേണ്ടി നമുക്കും പ്രതീക്ഷിക്കാം. നമ്മുടെ രാജ്യവും നമ്മുടെ നമ്മുടെ സുഹൃത്തുക്കളും നമ്മുടെ സഹോദരങ്ങളൊക്കെ സുരക്ഷിതരായിരിക്കട്ടെ എന്നാണ് നമ്മുടെ പ്രാർത്ഥന. താങ്ക് യു സോ മച്ച്.